ആരെയും കാണുന്നില്ല. ഗുഡ് ഈവനിങ് സർ. എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്? അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ്. അതെ. അപ്പൊ അതില് എന്താണ് നിങ്ങളുടെ ആ ഒരു ഇതിൽ കോൺഫിഡൻസ്? നിങ്ങൾ എന്താണ് കോൺഫിഡൻസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താ? ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. പലരും പല വിധത്തിലായിരിക്കും കോൺഫിഡൻസിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ആർക്കെങ്കിലും ആരുടെയെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ? സാർ, എനിക്ക് എന്റെ അഭിപ്രായത്തില് നമുക്കറിയുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവിടെ എന്തെങ്കിലും സംസാരിക്കുന്നത് വളരെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മളൊരു അറിയാവുന്ന രീതിയിൽ സംസാരിക്കുന്നതും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരിത്. അതെ അതെ, അതാണ് കോൺഫിഡൻസ് ആയിട്ട് വരുന്നത്. ഈ കോൺഫിഡൻസും അടുത്ത ആ ഒരു ടോപ്പിക്കിൽ തന്നെയുള്ള കമ്മ്യൂണിക്കേഷനും തമ്മിൽ ഭയങ്കര ബന്ധമുള്ള ഒരു സാധനമാണ്. അതായത് നമുക്ക് രണ്ടു വിധത്തിലും പറയാം. അതായത് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയാവും. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മളിപ്പോൾ ഇതിൽ 11 ആൾക്കാരുള്ളത്, ഞാനടക്കം 12 പേരുണ്ട്. അപ്പോ നമുക്ക് എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ഒറ്റ സെന്റൻസിൽ നമ്മൾ ഓരോരുത്തരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്. അവർക്കൊന്നും സംസാരിക്കാനുള്ള ഒരു ഇതില്ല, അതുകൊണ്ട് ഈ കാര്യം സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ലാസ്റ്റ് സംസാരിക്കുമായിരിക്കും. അല്ല, ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാവരും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള ആ ഒരു മുന്നോട്ടുള്ള ഓരോ കാര്യത്തിനും ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ പോകാന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കോൺഫിഡന്റ് ആവാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കോൺഫിഡന്റ് ആവണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം. ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളെ വിശ്വസിച്ചാൽ മാത്രമേ നമ്മളുടെ ഒരു വിശ്വാസം നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതാണ് എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡന്റ് ആവാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കഴിവുകളെ നമുക്കൊരു വിശ്വാസം വേണം. കോൺഫിഡൻസിൽ നമ്മളെ കഴിവുകളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കഴിവുകളെ വിശ്വാസം വേണം. കൂടാതെ നമ്മളാണെന്നുള്ളൊരു വിശ്വാസവും വേണം. എന്നാലേ നമുക്ക് കോൺഫിഡന്റ് ആവുള്ളൂ. പിന്നെ എന്ത് ചലഞ്ചസ് വന്നാലും ഭയപ്പെടാതെ നമ്മൾ ഇരിക്കണം. എന്തെങ്കിലും ഒന്ന് ഭയപ്പെട്ടു പോയാൽ നമ്മളെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുക ചെയ്യുക. നമുക്കത് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ പേടിയില്ലാണ്ടിരിക്കണം. ഈ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ അടുത്ത നമ്മളെ ടോപ്പിക്കായ അടുത്ത നമ്മളെ ഇതായ ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. എന്തില്? നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു പുരോഗതിയും കാണുള്ളൂ. ഇന്നത്തെ ശരിക്കുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ, സക്സസ്. ഇത് കോൺഫിഡന്റ് ആയാലും മാത്രമേ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയാവുള്ളൂ, എന്നാലേ നമ്മൾ സക്സസിലേക്ക് എത്തുള്ളൂ. ഇതിനെയാണ് നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് പറയാൻ പോകുന്നത് ശരിക്കും. അപ്പം കോൺഫിഡൻസിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളെ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ട്രസ്റ്റിംഗ് യുവർ എബിലിറ്റീസ്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കണം. അത് നിങ്ങളുടെ ഒരു ഇതുണ്ടെങ്കിലും അത് എനിക്ക് ഇന്ന കഴിവുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോൺഫിഡന്റ് ആവുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ കോൺഫിഡൻസിനെ തകർക്കാൻ പല കാര്യങ്ങളും വരും. ആ കാര്യങ്ങൾ വരുന്നതിൽ ഒരു ഇതാണ് നമ്മളെ എങ്ങനെ പിന്നെ പല കാര്യങ്ങളും വരുന്നത് നമ്മളെ പേടിപ്പിച്ച് കോൺഫിഡൻസ് നശിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും.
അതായത് നമ്മളിപ്പോൾ ഒരുത്തെ ചെല്ലുന്ന സമയത്ത് ഒരാളെ മുഖം കണ്ടു കഴിഞ്ഞാൽ അയാൾ കുറച്ചൊരു ഭീകരനാണ് എന്നുള്ളത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെയും നമ്മളെ കോൺഫിഡൻസാണ് അവിടെ പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും നടക്കില്ല. അപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു കമ്പനിയിൽ കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ എനിക്ക് കാണേണ്ട ആള് ആ ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ഒഫീഷ്യൽ, അതായത് അത്രയും അതായത് നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതിലെ ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിൽ ഒരാളെയാണ് കാണേണ്ടത്. കാണാൻ സാധാരണ ഗതിയിൽ കണ്ടു കിട്ടാറില്ല, അപ്പോയിന്റ്മെന്റ് കിട്ടാറില്ല. അന്ന് ഭാഗ്യത്തിന് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. ആ അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കോൺഫിഡന്റ്. പക്ഷെ ഞാൻ ഇയാളുടെ അടുത്തേക്ക് ചെന്നതിന് മുന്നേ എനിക്ക് താഴെ ഞാൻ കാണുന്നതിന് തൊട്ട് മുന്നേ കണ്ടുവന്ന ആൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇന്നത്തെ കാര്യമൊന്നും ആളത് പണ്ടൊരു കാര്യമില്ല, നടക്കില്ല. ആളിന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണ്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ആളിനെ പറ്റി ഫസ്റ്റ്. പക്ഷെ ഞാനത് ഇയാൾ പറഞ്ഞത് ഓക്കെ മനസ്സിൽ വെച്ചു. പക്ഷെ മാക്സിമം മുഖത്ത് പ്രകടിപ്പിക്കാണ്ട് ഇയാളുടെ ഉള്ളിലേക്ക് കയറി, ക്യാബിനിലേക്ക് കയറി അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇയാള് ഫസ്റ്റ് എനിക്ക് താഴെ കിട്ടിയ ഫീഡ്ബാക്ക് അല്ല പുള്ളി പക്ഷെ നല്ല ചിരിച്ചൊരു മുഖത്തോട് കൂടി. അപ്പൊ തന്നെ ഞാൻ 90% ഓക്കെയാണ്. ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് കിടക്കാൻ കുറച്ചുകൂടി ഈസിയായി എന്നുള്ളതാണ് ആരുത്. ഇതും അടുത്ത ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം തന്നെയാണ്. അത് അപ്പൊ പറയാം, അതിലേക്ക് ചെയ്യാം. ഓക്കെ, നമ്മളെ കോമൺ ആയിട്ട് കോൺഫിഡൻസിന് നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭീതി. നമ്മളിപ്പം ചെന്ന് കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ഇതില്ല, എവിടെ എത്തൂല, അത് നടക്കൂല എന്നുള്ളൊരു തോന്നൽ നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പേടി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അതൊരു ജഡ്ജ്മെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇതൊന്നും നടക്കാൻ പോകുന്ന കേസൊന്നല്ലടോ എന്നുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പോയി. പിന്നെ അവിടെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മളെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇന്നത്തെ അതിൽ എനിക്കറിയില്ല എത്ര പേര് പിന്നെ +2 ആ ഒരു ഇത് കഴിഞ്ഞ ആൾക്കാരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും നമ്മളെ വീട്ടിലെല്ലാം നടക്കുന്നൊരു കാര്യം, നോർമലി കാണുന്നൊരു കാര്യമാണ്. നീ എന്താണ് ഇങ്ങനെ 40 വീട്ടിൽ അവനെ നോക്കിയേ, അവനെ എല്ലാത്തും പിന്നെ 50, 45, 48 മാർക്കുള്ളത്, എനിക്കിത് 20, 25 മാർക്ക്. എന്താണോ ഈ ഒരു സാധനം കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ തന്നെ കോൺഫിഡൻസ് പോകും. കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്രാവശ്യം അങ്ങനെ കിട്ടി, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാലോ എന്നുള്ള പറഞ്ഞാൽ നമുക്കതൊരു കോൺഫിഡന്റ് കൂട്ടുകയുള്ളൂ. നമുക്കൊരിക്കലും ആ ഒരു ഇത് നമ്മളെ ചവിട്ടി താഴ്ത്തുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡന്റ് പോവുകയാണ് ചെയ്യുക. കമ്പാരിസൺ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഇതാണ്. പിന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക്, അതായത് നമ്മൾ തന്നെ ഇപ്പൊ ഇങ്ങനെ പറയാം, അതിപ്പം എന്താണിങ്ങനെ, ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതും കഴിഞ്ഞു. അതോടുകൂടി സംഭവം നമ്മളെ കോൺഫിഡൻസ് അവിടെ പോകും. അതില് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ആരെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോ ആള് കൂടി, ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞാൽ കോൺഫിഡൻസ് കൂട്ടാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു കാര്യമെങ്കിലും ആരെങ്കിലും ഒന്ന് പറയോ? ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി. പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ സ്വന്തം കഴിവുള്ള വിശ്വാസം. ഓക്കെ, നോ യുവർ സ്ട്രെങ്ത്. നമ്മുടെ കഴിവുകളെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. ഇപ്പൊ അവിടെ ഒരാൾ പറഞ്ഞ പോലെ നമ്മളെ കഴിവുകളുടെ വിശ്വാസം, അത് തന്നെ. നമ്മളെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് അതിനൊരു വിശ്വാസം വരുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് വെച്ചാൽ നമ്മൾ പിന്നെ ഓടുക ചാടുക അതല്ല, ഓടാൻ ചാടുക അത് നമ്മൾ വേറൊരു കോൺഫിഡൻസ് ലെവലിൽ ഉയർത്തുന്ന സാധനമാണ്. പിന്നെ അങ്ങനെ പോസിറ്റീവ് തിങ്കിങ്, നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ നിന്നേ വിട്ടേക്കുക. നമുക്ക് പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് ഈ പ്രശ്നങ്ങളുള്ള സാധനം മാത്രം എപ്പോഴും തലയിലെടുത്ത് വെച്ച് നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോവില്ല. നിങ്ങൾ അന്നന്ന് ബാക്കോട്ട് വലിക്കുക എന്നല്ലാതെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളെ കംഫർട്ട് സോണിന്ന് നമ്മളൊന്ന് മാറി നിൽക്കുക. നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടേതായൊരു വഴിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പൊ എനിക്ക് തന്നെ ഇതിൽ തന്നെ നമുക്കൊരു ഉദാഹരണം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ
പച്ചവെള്ളത്തിന്റെ ടീം ആസിഫ് സാറ് മുന്നേ ഉണ്ടായിരുന്ന കമ്പനിയിൽ നല്ല സാലറിയും നല്ലൊരു ഇതായിട്ട് നടന്നു പോകുന്ന ഒരു കക്ഷി. ആ സാധനം തന്നെ ആ ഒരു ഇതിൽ തന്നെ നടന്നു പോയാൽ പുള്ളിക്ക് ജീവിക്കാൻ പറ്റുന്ന, അത്യാവശ്യം നല്ലോണം ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളി ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്നൊരു പച്ചവെള്ളം എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാക്കാനോ ഇതിനൊരു ഇത്രയും ആളുകളിലേക്ക് എത്തിക്കാനോ ഒരിക്കലും പുള്ളിക്ക് പറ്റില്ല. പുള്ളി ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇത്രയും പുള്ളിയുടെ ആ ഒരു വിജയത്തിലേക്കുള്ളൊരു പടി എന്ന് പറയുന്നത്. അപ്പൊ ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺഫിഡന്റ് ആവുള്ളൂ. കംഫർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞിട്ട് കോൺഫിഡന്റ് കൂട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൊരു വഴി. അതില് ശരിക്കും പോകുമ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി വേണ്ടതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല, ഞാനിപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചു നോക്കുമ്പം അതായത് വെറും ഞാനൊരു വൺ വേ റേഡിയോ പോലെ ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത്ര ആൾക്കാരുണ്ടായിട്ട് ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ക്ലാസ്സിലല്ല. ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കായിരുന്നു. ട്രെയിനിങ് സെഷനിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മുന്നേറുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു സുഖം. ഇനി അടുത്ത ഒരു ഇത് കമ്മ്യൂണിക്കേഷനെ പറ്റി എനിക്ക് ആരെങ്കിലും എന്തായാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ഇതിൽ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ലെന്ന് വിചാരിച്ചിട്ടാണ്. എന്നുവെച്ചാ അപ്പം ഞാൻ പറഞ്ഞ പോലെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും മാഷ് എന്നുള്ള നിലയിലേക്ക് പോകും. അത് വേണ്ടല്ലോ. എനിക്ക് ആ ഒരു പ്രൊഫഷൻ ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനായിരുന്നു ടീച്ചിങ്. എന്നിട്ട് ഞാൻ വന്ന് പെട്ട ഒരു സംഭവം ട്രെയിനിങ് ഇപ്പൊ അടുത്ത് എനിക്ക് നല്ലൊരു ഇതായിട്ട് കയറിയൊരു സാധനമാണ്. അപ്പം എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പെട്ടി കൂട്ടാം. ഈ എന്നെ കൊണ്ടുള്ള ബോറടി നിങ്ങൾക്ക് മാറ്റാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഷെയറിംഗ് ഐഡിയ സംസാരിക്കുന്നത്. ക്ലിയർലി. ഒരാളുമായിട്ട് സംസാരിക്കുന്നത്, അത് നമ്മുടെ ഐഡിയാസ് ക്ലിയർ ആയിട്ട് വേറൊരാളിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം നമ്മൾ ഒരാളിലേക്ക് എത്തിക്കുക. വെറുതെ നമ്മൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതിനെക്കാട്ടും കുറച്ചുകൂടി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വേണ്ട നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ഇത്. അതായത് ഷെയറിങ് ഐഡിയാസ് ക്ലിയർലി. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇപ്പം എത്തിക്കുക. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുക. നമുക്ക് ഒരാളിപ്പം എനിക്ക് ഇന്ന സൈറ്റ് വേണം, ആ സൈറ്റിൽ ഇന്ന സംഭവങ്ങളാണ് വേണ്ടത്, അതിൽ നമുക്ക് പിന്നെ ഇ കൊമേഴ്സ് വേണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തു. അപ്പം നമ്മൾ അയാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇ കൊമേഴ്സ് ആഡ് ചെയ്യാം. ഓരോ കാര്യത്തിനെയും പറ്റിയുള്ള നമ്മളെ അറിവ് അതിനെ നമ്മൾ ക്ലിയർ ആയിട്ട് അയാളിലേക്ക് എത്തിക്കുന്ന ആ ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം കൂടി കൂട്ടിയിട്ടാണ് ഇത് വരുന്നത്. ശരിക്കും വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ കോൺഫിഡന്റ് ആയിട്ട് നമ്മളൊരു കാര്യം ഒരാളിലേക്ക് എത്തിക്കുന്ന, നമ്മളെ ഉള്ളിലുള്ള ഐഡിയാസ് വേറൊരാളിലേക്ക് എത്തിക്കുന്നതിനാണ്, ക്ലിയർ ആയിട്ട് എത്തിക്കുന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ അടുത്ത സംഭവം നമ്മളെ ചിന്ത കോൺഫിഡന്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം തന്നെ, നമ്മളെ ചിന്ത കോൺഫിഡന്റ് ആയിട്ട് മറ്റൊരാളിലേക്ക് എക്സ്പ്രസിങ് തോട്ട്സ് കോൺഫിഡന്റ്ലി, നമ്മളെ ചിന്തകളെ കോൺഫിഡന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ ലിസണിങ് എഫക്റ്റീവ്ലി, അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളിപ്പം വേറൊരാൾ പറയുന്നത് കേട്ടിരിക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് പറയുമോ? ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. വേറെ ആരെങ്കിലും അടുത്തെന്തെങ്കിലും? നല്ല ആൻസർ ആണത്, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം? വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ.
ഓക്കെ ഓക്കെ. അതില് ഫേസ് ടു ഫേസ് വന്നു, വെർബൽ വന്നു, റിട്ടൺ വന്നു. ഞാൻ പറയാം. ഫസ്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ ആൻഡ് ലിസണിങ്. ഇതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ 4ആയിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷന്റെ 4 ടൈപ്സ് ആണ്: വെർബൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ, ലിസണിങ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്നതാണ് ഇപ്പൊ പറഞ്ഞ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ്, മെസ്സഞ്ചർ, അങ്ങനെ വരുന്ന എല്ലാ സാധനങ്ങളും, FB, ഇമെയിൽ, ഇതൊക്കെ റിട്ടൺ ആണ്. പിന്നെ ഈ ഏറ്റവും അവസാനത്തെ ലിസണിങ് ഉണ്ടായാൽ ലിസണിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും. എന്നുവെച്ചാൽ നമ്മള് കമ്മ്യൂണിക്കേഷൻ വേറൊരാൾ ലിസൺ ചെയ്യുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, പിന്നെ ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിന്റെ ഇമ്പോർട്ടന്റ് അതായത് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നേടാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതില് ഒന്ന് കരിയർ സക്സസ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമ്മളെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കരിയർ ഒരിക്കലും മുന്നോട്ട് പോവില്ല. അത് ഏത് ഫീൽഡാണെങ്കിലും നമ്മളെ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് മാത്രമാണ് നമുക്ക് അവിടെ ഗ്രോത്ത് വരുള്ളൂ. പിന്നെ അടുത്ത് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് മീൻസ് ഒരിക്കലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ അങ്ങനത്തേതല്ല. അതിലും ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് തന്നെ, അതായത് ഞാൻ അങ്ങനത്തെ പോയ ഒരു കമ്പനിയിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ കയറാൻ പറ്റിയോണ്ട് ഞാൻ കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയിട്ട് അവതരിപ്പിച്ചു. എനിക്ക് ആ ഒരു ഇതില് എനിക്കത് വലിയൊരു അത്രയും വലിയൊരു നേട്ടമാണ് എനിക്കന്ന് അവിടെ വന്നത്. എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുന്നുള്ള സംഭവമാണത്. ഞാൻ അന്നതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് എനിക്ക് ശരിക്കും എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം വന്നൊരു സമയമായിരുന്നു അത്. 3 വർഷം മുന്നേ ഞാൻ ഈ ഒരു കമ്പനിയിൽ പോയതും ആ കമ്പനിയുടെ CMD-നെ കണ്ടതും ആളുമായിട്ട് സംസാരിച്ചതിന് ശേഷം എനിക്ക് വലിയ മാറ്റങ്ങൾ എനിക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ റിലേഷൻഷിപ്പ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷനിൽ മാത്രമാണ്. ഒരിക്കലും നമുക്ക് റിലേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടോ നമ്മൾ ഒരു ഇതില്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ അവിടെയും ഒരു ഇത് തന്നെ പറയാം. എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം. ഞാൻ ഒരു 6-7 മാസം മുന്നേ ഞാനൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞാൻ കയറി ചെല്ലുന്ന അന്ന് തന്നെ ആദ്യത്തെ ദിവസം ഇന്ന് എല്ലാവരും നോക്കി, എല്ലാവരും നമ്മളെ നോക്കി, എന്തോ ഒരു ഭീകരജീവി, ഈ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം അങ്ങനെ പോയി. 2ാമത്തെ ദിവസം സെയിം അവസ്ഥ, 3ാമത്തെ ദിവസം സെയിം അവസ്ഥ, 4ാമത്തെ ദിവസം അങ്ങോട്ട് എനിക്ക് തോന്നി നമ്മൾ അങ്ങോട്ട് കയറി മിണ്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. 4ാമത്തെ ദിവസം അവരോട് അങ്ങോട്ട് കയറി മിണ്ടി സംസാരിച്ചു. എല്ലാവരുമായിട്ടും നല്ലൊരു കമ്പനിയായി. ആ ഒരു റിലേഷൻഷിപ്പ് തുറന്നുകൊണ്ട് പോകുന്നു. അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇതാണ്, ഉദാഹരണമാണ് ശരിക്കത്. പിന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻസ് ക്ലിയർ ആയാലും മാത്രമേ നമ്മളിപ്പോൾ ഒരു ജോബിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയാലും മാത്രമേ നമുക്ക് അതിലെല്ലാം കടന്നുകൂടാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷന് അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയല്ലാണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നമ്മളിവിടെ 20 ആളുണ്ടായിട്ട്, ഞാനടക്കം 21 ആളുണ്ടായിട്ട് 20 ആളിൽ അത് മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ മോശമാട്ടോ. നമ്മളെ കമ്മ്യൂണിക്കേഷനെ ഒരു നശിപ്പിക്കുന്ന കാര്യങ്ങൾ അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതില്. ലാംഗ്വേജ്. ഓക്കെ, ഞാൻ തന്നെ പറയാം. പേടി. ലാംഗ്വേജ് പറഞ്ഞത് ശരിയാണ്. ഈ ലാംഗ്വേജ് അറിയില്ല എന്നുള്ള നമ്മളൊരു പേടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ നശിപ്പിക്കുന്ന ഒരു സാധനം. നമുക്ക് ആ ലാംഗ്വേജ് അറിയില്ല എന്നുള്ളൊരു പേടി ഉണ്ടാവും കമ്മ്യൂണിക്കേഷന്. ആ ഒരു പേടി. പിന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി. നമുക്ക് ഈ സാധനം ക്ലിയർ അല്ല, നമുക്ക് ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ്. പിന്നെ ശ്രദ്ധയില്ലായ്മ. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് വേസ്റ്റ് ആയി പോവുകയുള്ളൂ. അതാണ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് വരുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ: ക്ലിയർ ആയിട്ടുള്ള സംസാരം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഒരു ഇതുണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ പറയാം. അത് നമ്മളെ സ്പീക്ക് ക്ലിയർലി. അതാണ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, ഐ കോണ്ടാക്ട്. നമ്മൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാം, കണ്ണിൽ നോക്കി സംസാരിക്കാം. അപ്പൊ നമുക്കതൊരു നമ്മളെ കോൺഫിഡന്റ് ആണ് അവിടെ കാണുന്നത്, എന്നാലും നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയാവും. പിന്നെ സിമ്പിൾ വേർഡ്സ്. നമ്മളിപ്പം ശശി തരൂർ പറയുന്ന ഇംഗ്ലീഷോ പൃഥ്വിരാജ് പറയുന്ന ഇംഗ്ലീഷോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ശരിയായിക്കൊള്ളുന്നില്ല. പിന്നെ അത് എന്താണ് ആ പറഞ്ഞതെന്നുള്ളത് നോക്കണമെങ്കിൽ നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കി നമുക്ക് ആ സമയത്ത് നമുക്കൊന്നും പിന്നെ അങ്ങോട്ട് മനസ്സിലാക്കാൻ ഇതുണ്ടാവില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് മുഖത്ത് നോക്കി ക്ലിയർ ആയിട്ട് സംസാരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ്. അതിനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ ഉണർന്ന് പല്ലേപ്പും കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ് ചെയ്ത് ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും 2 മിനിറ്റ് ഒന്ന് കണ്ണാടീൻ്റെ മുന്നിൽ പോകും. കണ്ണാടീൻ്റെ മുന്നിൽ പോയിട്ട് കുഴപ്പമില്ല, ഇന്ന് മുടി ഇങ്ങോട്ട് ചെയ്യും, നാളെ കുറച്ച് നല്ല വേണ്ട, ഇന്നലെ ഇങ്ങനെയല്ലേ ചെയ്യുക, അതും ഇന്ന് മാറ്റി ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ണാടീൻ്റെ മുന്നിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരെ നോക്കി നമ്മുടെ പ്രതിച്ഛായയിലേക്ക് നോക്കിയിട്ട് അവിടെ നോക്കി നമ്മൾ നേരെ ഫേസ് ടു ഫേസ്, അതായത് ഐ കോണ്ടാക്ട് വെച്ചിട്ട് സംസാരിക്കുക.
ആ സംസാരം നമുക്ക് എപ്പോഴും ഗുണേ ചെയ്യുള്ളൂ. അത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ വേറൊരു കാര്യം, ബോഡി ലാംഗ്വേജ്. നമ്മള് ഇരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മളിപ്പം എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ക്ലാസ്സിൽ ടീച്ചർ ഇപ്പം ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുന്നു, നമ്മളത് ഇരിക്കുമ്പോൾ ഒരു കുഴഞ്ഞ് ഒരു ഇത് ഉഷാറില്ലാണ്ട് രാവിലെ ചായ കുടിക്കാണ്ട് വന്ന ആ ഒരു ഇരുത്തിരുന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളെ ശ്രദ്ധിക്കാനും പോകുന്നില്ല, നമ്മളെ കോൺഫിഡൻസ് നശിക്കുകയും ചെയ്യും, നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ച് ഒന്ന് വിഷ് ചെയ്ത് നമ്മളെ കൈകൾ അതിന് വേണ്ട രീതിയിൽ മൂവ്മെന്റ്സ് നടത്തി. ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കാണാം. രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിൽ എല്ലാവരെയും പ്രസംഗമൊന്നുമില്ല, എനിക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയില്ല. ചില ആൾക്കാരുടെ പ്രസംഗങ്ങൾ ഇപ്പം നേതാക്കന്മാരെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പലർക്കും അത് വിഷമം പോയോ, അത് വേണ്ട. ഈ ചില നേതാക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേട്ടിരുന്നു പോകും. അതേപോലെ ചില സാംസ്കാരിക പ്രസംഗം നടത്തുന്ന ആൾക്കാര്, മതപ്രഭാഷണം നടത്തുന്ന ആൾക്കാര്, അവനൊക്കെ കൈയിന്റെ മൂവ്മെന്റ്സ് ഉണ്ട്, അടിപൊളിയായിരിക്കും അത്. നമ്മൾ ആ സാധനം നോക്കിയാൽ തന്നെ, അവന്റെ മൂവ്മെന്റ്സ് നോക്കിയാൽ തന്നെ നമുക്കതൊരു നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പൊ അതും കൂടി നമുക്ക് അതായത് ഇപ്പൊ ചില ഓഫീസിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കൈന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാ വെക്കേണ്ടതെന്നുള്ളത് ഇതിലെനിക്കിപ്പോ പറയാൻ പറ്റില്ല. നമുക്കൊരു ഡയറക്റ്റ് സെഷനൊക്കെ ആകുമ്പോൾ നമുക്കത്, ഓഫ്ലൈൻ സെഷനൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് പറയാം. ഈ സ്ഥാനങ്ങൾ, അതായത് നമ്മളെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ആ ഒരു ഇത്, പിന്നെ നമ്മളെ മുഖത്തുള്ളൊരു ചിരി, ഐ കോണ്ടാക്ട്, പിന്നെ ഹാൻഡ് മൂവ്മെന്റ്സ്, ഈ സാധനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്നത് സക്സസ്. എന്താണ് സക്സസ്, വിജയം? ആരെങ്കിലും പറഞ്ഞതോ? എന്താണ് നിങ്ങളുടെ വിജയം? ആരും വിജയിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ? ആർക്കും വിജയമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അച്ചീവിങ് ഗോൾസ്. പറഞ്ഞോളൂ ജാസർ, പറഞ്ഞോളൂ. അച്ചീവിങ് ഗോൾസ് പറയാൻ വന്നേ. ഓക്കെ, അച്ചീവിങ് ഗോൾസ്. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സക്സസിന്റെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അടുത്തത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്സ്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ഇംപ്രൂവ് ചെയ്ത് വന്നാൽ നമ്മൾ വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം അതാണ്. നമ്മൾ ഒരു സന്തോഷം കണ്ടെത്തിയാൽ, നമ്മളൊരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തിയാൽ നമ്മൾ ആ കാര്യത്തിൽ വിജയിച്ചു. എന്നാലേ നമ്മൾ വിജയിക്കുള്ളൂ, എന്നാലേ വിജയിച്ചായിട്ട് നമുക്ക് കണക്കാക്കുള്ളൂ. ഈ സക്സസിന്റെ ഒരു ഫോർമുല ഉണ്ട്. സക്സസിന്റെ ഫോർമുല പറഞ്ഞ കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ടോപ്പിക് തന്നെ തുടങ്ങുന്നത്. കോൺഫിഡൻസ് പ്ലസ് കമ്മ്യൂണിക്കേഷൻ പ്ലസ് കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു സക്സസ്. 3 C ആണ് ഒരു S. 3 C ഈസ് ഈക്വൽ ടു S. കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ, കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു സക്സസ്. ഇതാണ്
നമ്മളെ വിജയത്തിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പം എന്താ വെച്ചാൽ കോൺഫിഡന്റ് ആയാലേ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയാവുള്ളൂ, നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയായാലേ നമ്മൾ വിജയിക്കുള്ളൂ. ഈ മൂന്നും എപ്പോഴും അതിന്റെ കൂട്ടത്തിൽ വരുന്ന സാധനമാണ് കൺസിസ്റ്റൻസി. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പോകണം, എന്നാലേ നമ്മൾ വിജയത്തിലെത്തുള്ളൂ. അതിനൊരു ഒരിക്കലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. നമുക്കിപ്പം കോൺഫിഡന്റ് ഇല്ല ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല. ഈ രണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ വിജയിക്കില്ല. ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ഇവരുടെ മൂന്നാൾക്കാർ നമുക്ക് മൂന്നാൾക്കാരെ നമുക്ക് റോൾ മോഡൽസ് ആയിട്ട് നോക്കാം. നമുക്ക് ശരിക്കും APJ അബ്ദുൽ കലാം, ആളുടെ കോൺഫിഡൻസ്, ആളുടെ കമ്മ്യൂണിക്കേഷൻ, ആളുടെ കൺസിസ്റ്റൻസി, അത് ആളെ സക്സസിലേക്ക് എത്തിച്ചു. നമ്മളെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ വരെയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിത്വമായി. അതേപോലെ തന്നെ രത്തൻ ടാറ്റയുടെ ഒരു കഥ പറഞ്ഞത് കേട്ടത്, ആള് പോയ സമയത്ത് ലാൻഡ് റോവറിൽ പോയ സമയത്ത് അവിടുന്ന് ഇത് ഒന്നും ഇന്ത്യൻ ഇതിലേക്ക് പറ്റുന്ന സാധനമൊന്നല്ല. എനിക്ക് തോന്നുന്നതും ഇന്ത്യയിൽ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ട് പോയതും പിന്നെ ആൾക്കൊരു വണ്ടി എടുക്കാൻ വേണ്ടിയും ഉള്ള ഇതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് അവിടുന്ന് വന്നത് ഇത് നിങ്ങൾക്ക് പറ്റിയ സാധനമല്ല, ഇന്ത്യൻ എക്കണോമിയിലേക്ക് പറ്റിയ സാധനമല്ല എന്ന് പറഞ്ഞ് ആ ഒരു ലാൻഡ് റോവർ റേഞ്ച് റോവറിനെ അവസാനം ടാറ്റ വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ്. ടാറ്റയുടെ കോൺഫിഡൻസ് ആയിരുന്നു അത്, ആളുടെ കമ്മ്യൂണിക്കേഷൻ, ആളുടെ കൺസിസ്റ്റൻസിയും ആളുടെ സക്സസിലേക്ക് നയിച്ചത്. അതേപോലെ തന്നെ ധോണിന്റെ കോൺഫിഡൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജയിക്കുന്ന കളികളെല്ലാം. ധോണിക്ക് പുള്ളിയുടെ ടീമിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു മാച്ചും നമ്മൾ ജയിക്കില്ലായിരുന്നു. പിന്നെ നമ്മളിതില് പറഞ്ഞത് കുട്ടികൾക്കുള്ള ഒരു ടിപ്പ്, അതായത് സ്മാർട്ട് സ്റ്റഡി. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സമ്പ്രദായം സ്മാർട്ട് സ്റ്റഡി മുൻനിർത്തി തന്നെയാണ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് പോവുക, ടൈം മാനേജ് ചെയ്യുക, സെൽഫ് ബിലീഫ്. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഇനി വരുന്ന എക്സാംസിലും കാര്യങ്ങൾക്കൊക്കെ മുന്നേറിപ്പോവാം. ഇതില് കോൺഫിഡൻസ് ക്യാൻ ബി ഡെവലപ്ഡ്. കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിന് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. സക്സസ് നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യുക. നമ്മൾ വിജയത്തിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻറ്റ് താനേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാറായി. അപ്പം ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ഇതിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അതേപോലെ നിങ്ങൾക്ക് ആരോട് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനിപ്പോൾ പറയും, ഇല്ലെങ്കിൽ ഞാനത് റെഫർ ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത് ഇനി നിങ്ങൾക്കുള്ളൊരു സമയം, കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്. അപ്പൊ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ സക്സസ് ആണെന്നാണോ അതോ ഫെയിലിയർ ആയെന്നാണോ? എന്റെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണോ? അല്ല, ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഈ 3 ഇതിൽ ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ പറയാം.
ഓക്കെ, മനസ്സിലായി. താങ്ക് യു. ബിലീവ് ഇൻ യുവർ സെൽഫ്, സക്സസ് വിൽ ഫോളോ യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.